So good morning all. Today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂ, ക്വസ്റ്റനെയർ ആൻഡ് റേറ്റിംഗ് സ്കെയിൽ. നമ്മുടെ റിസർച്ച് എന്നുള്ള സെക്കൻഡ് മൊഡ്യൂളിലെ തേർഡ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ഇന്റർവ്യൂ. ഓക്കെ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ഇന്റർവ്യൂ? ഇന്റർവ്യൂ ഇസ് എ കോൺവേഴ്സേഷൻ വിത്ത് എ പേർപ്പസ്. നമ്മളൊരു പേർപ്പസിലുള്ള ഒരു കോൺവേഴ്സേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്റർവ്യൂ. So we are doing this interview to get information from the person being interviewed. നമ്മൾ ആരെയാണോ ഇന്റർവ്യൂ ചെയ്യുന്നത് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിൽ ഇന്റർവ്യൂ നടത്തുന്നത്. ഓക്കെ, so interview is a conversation with a purpose to get information from the person being interviewed. അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള ഇന്റർവ്യൂസ് നമ്മൾ നടത്തും. ചിലപ്പോൾ നമ്മളൊരു ക്ലിനിക്കൽ കേസ് ഹിസ്റ്ററി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. അതല്ലാതെ നമ്മളൊരു റിസർച്ച് പേർപ്പസിൽ ഇന്റർവ്യൂ, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ഇന്റർവ്യൂ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഇന്റർവ്യൂ മീൻസ് പലതരത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ പേർപ്പസിൽ നമ്മൾ സാധാരണഗതിയിൽ ഇന്റർവ്യൂ നടത്താം. സോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട പേർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ആരെയാണോ ഇന്റർവ്യൂ നടത്തുന്നത് അവരിൽ നിന്ന് നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ള പേർപ്പസിലാണ് വി ആർ ഡൂയിങ് ഇന്റർവ്യൂ. സോ there are two types of interviews. First one is structured interview and second one is unstructured interview. So ഇന്റർവ്യൂവിനെ നമുക്ക് രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യാം: സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആൻഡ് unstructured interview. So in structured interview, the order and content of the questions are fixed ahead of time and interviewer tries not to deviate from that particular format. Structured interview angle, there is a clear-cut format is present and the interviewer is strictly following that particular format. അപ്പം അതിനൊരു ക്വസ്റ്റ്യൻ ഓർഡർ ഉണ്ടാവും, അതിൻ്റെ കണ്ടന്റ് പ്രീഫിക്സ്ഡ് ആയിരിക്കും. സോ ഈ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. ആൻഡ് ദ interviewer does not deviate from that particular format. എന്ത് ഫോമാറ്റിലാണോ നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത് ആ പെർട്ടിക്കുലർ ഫോർമാറ്റിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യാറില്ല, ഇന്റർവ്യൂവർ ഡീവിയേറ്റ് ചെയ്യാറില്ല. സോ നമ്മൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മളുടെ കയ്യിലുണ്ടാവും. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. ആ ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂർ ഒരു കാരണവശാലും ആ ഒരു ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാറില്ല. റിട്ടൺ ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്യാറില്ല. ആൻഡ് ഈ ഇന്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലെസ് പേഴ്സണൽ ആൻഡ് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ഇന്റർവ്യൂവർ വിൽ ഒബ്റ്റെയിൻ കമ്പാരബിൾ ഇൻഫർമേഷൻ ഫ്രം എവ്രി വൺ ഇന്റർവ്യൂ. അപ്പൊ ആരെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തോ എല്ലാവരിൽ നിന്നും ഒരു കമ്പയർ ചെയ്യാവുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്റർവ്യൂ മെത്തേഡിന്റെ, പ്രത്യേകിച്ചും സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. In the second part, we are moving towards unstructured interview. അപ്പോൾ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ നമ്മളെല്ലാം പ്രീഫിക്സ്ഡ് ആണ് എങ്കിൽ unstructured interviewവിൽ the interviewer is free to ask the client questions about the material that comes up and to ask follow-up questions whenever appropriate. അപ്പം ഇന്റർവ്യൂ നടത്തുമ്പം അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെങ്കിൽ ഇന്റർവ്യൂവറിന് ക്ലയന്റിനോട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ, അതായത് നമ്മളുടെ പർപ്പസിന് ഉതകുന്ന ക്വസ്റ്റ്യൻസ് എന്ത് തന്നെയും ചോദിക്കാം ഒന്ന്. ആൻഡ് based on their answers they can make certain follow-up questions also whenever appropriate ആയിട്ടുള്ള രീതിയിൽ എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. സോ in unstructured interview, the interviewer is free to ask the client questions about materials that comes up and to ask follow-up questions whenever appropriate. അപ്പം എവിടെയൊക്കെയാണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അവിടെ നമുക്ക് ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഒരു
പോസിബിലിറ്റിയും അല്ലെങ്കിൽ പ്രൊവിഷനും ഉണ്ട് എന്നുള്ളതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിന്റെ പ്രത്യേകത. So initially, the interviewer should try to direct the conversation over a wide range of subjects and encourage the person to discuss freely his or her experiences, feelings, and attitude. നമ്മുടെ ഇന്റർവ്യൂവിന്റെ സബ്ജക്റ്റ് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളുടെ അവരോട് നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും അവർക്ക് നമുക്ക് ചില ഡയറക്റ്റ് കോൺവെർസേഷൻസ് ഡയറക്റ്റ് ചെയ്യാനും അവരെ ലീഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. ആൻഡ് അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ദേ ക്യാൻ ഷെയർ ദെയർ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എവിടെ ഉണ്ട്? അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ ഉണ്ട്. The interviewer also pays attention to other person's behavior, such as his or her ways of speaking, voice, and tenseness about a certain topic. Quite often, interview of this kind are used in combination with more objective tests of personality. ഇപ്പൊ നമ്മൾ ചില ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടെ ചോദിക്കാറുണ്ട്. ഇന്റർവ്യൂവർ നമ്മൾ സാധാരണഗതിയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾ അവരുടെ ബിഹേവിയറിനെ ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവരുടെ സംസാരത്തിന്റെ ടോൺ എന്താണ്, എത്രത്തോളം ഈവൻ ടെൻസ്ഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഇന്റർവ്യൂവിന് നമ്മളൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഇന്റർവ്യൂർ പേസ് അറ്റൻഷൻ ടു അതർ പേഴ്സൺസ് ബിഹേവിയർ. അപ്പം നമ്മൾ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ അവരുടെ ബിഹേവിയറിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരെ എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിനോട് റിയാക്ട് ചെയ്യുന്നത്, അതായത് അവരുടെ സൗണ്ടിലുള്ള ഡിഫറൻസസ്, ഇതൊക്കെ നമ്മൾ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിലാണ് എങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ ചോദിക്കാനും നമ്മൾ ഒബ്സർവ് ചെയ്യാനും ഒക്കെ. ഓക്കെ, സോ ഇൻ ജനറൽ ഇന്റർവ്യൂ ഒന്നുകൂടെ നമ്മൾ സമർപ്പിക്കുന്നെങ്കിൽ ഇന്റർവ്യൂ ഇസ് എ കോൺവെർസേഷൻ വിത്ത് എ പർപ്പസ്. ഒരു പേർപ്പസിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. And we are trying to collect information from the person being interviewed. And interviews of two types. One is structured interview and the other one is unstructured interview. In structured interview, the interviewer is free. In structured interview, the order and content of the presentation is prefixed and the interviewer does not deviate from the format. In unstructured interview, the interviewer is free to ask the client questions about the material that comes up and ask to follow up, and they can ask follow-up questions based on their answers. If appropriate ആണ് എങ്കിൽ they can ask certain follow-up questions also. സോ ഇതിൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിലാണെങ്കിൽ ഇന്റർവ്യൂവർ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെ ഡയറക്റ്റ് ചെയ്യുകയും അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും അതുവഴി അവരുടെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ് ഇതൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിന്റെ പ്രത്യേകത. Now we are going to discuss about what is questionnaire. Questionnaire is a simply written set of questions ranging in content from questions of fact to questions about past or present behavior to questions about attitude and feelings. ഒരു സിമ്പിൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യനെയർ വിളിക്കുന്നത്. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫാക്റ്റ് ആയിട്ടും പാസ്റ്റ് നമ്മൾ ചിലപ്പോൾ അത് പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇങ്ങനെ വളരെ വൈഡ് ആയിട്ടുള്ള കണ്ടന്റിൽ നിന്നിട്ടാണ് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ,
The way in which questions are answered depends on how they are asked. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. So fixed alternative questions provide a limited set of alternative answers, and the subject picks the one that best represents his or her own position. ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ചില തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും ചോദിക്കും. ദേ ക്യാൻ റൈറ്റ് ദ ആൻസർ. അപ്പൊ അവിടെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ലിമിറ്റഡ് ഓപ്ഷൻസിൽ നിന്ന് സബ്ജക്ട് ക്യാൻ ചൂസ് ദ ബെസ്റ്റ് ആൻസർ. അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് എടുക്കുക. സോ ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് എ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് ആൻഡ് ദ സബ്ജക്ട് പിക്സ് ദ വൺ ദാറ്റ് ബെസ്റ്റ് റെപ്രസെന്റ് ഹിസ് ഓർ ഹെർ ഓൺ പൊസിഷൻ. അപ്പൊ അവരുടെ പൊസിഷൻ ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ അവർക്ക് ആ ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഒരു ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അനദർ ഓപ്ഷൻ ഇസ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ദ സബ്ജക്ട് ക്യാൻ ഫ്രീലി ഗിവ് ദ ആൻസർ. അപ്പം സിംപ്ലി നമ്മൾ സബ്ജക്റ്റിനോട് ചോദിക്കുന്നു, ദേ ഹാവ് ദ opportunity to answer freely. അവരുടെ ഓൺ വേർഡ്സിൽ അവരുടെ മനസ്സിൽ വരുന്ന ഫീലിങ്സ് വളരെ ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ കൊടുക്കുന്നത്. സോ ഇൻ നട്ട്ഷെൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി റിട്ടൺ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചിലപ്പം പാസ്റ്റ് ഓർ പ്രസന്റ് ബിഹേവിയറിനെ കുറിച്ചിട്ടായിരിക്കാം, or we can collect information about the attitude or feeling of the clients. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. And questions are of two types. One is fixed alternative questions and the second one is open-ended questions. Fixed alternative questions ആണെങ്കിൽ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ് ആൻസേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ 4 ഓപ്ഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ 3 ഓപ്ഷൻസ് ആയിരിക്കാം, ചിലപ്പോൾ 5 ഓപ്ഷൻസ് ആയിരിക്കും. സോ ദർ ആർ സർട്ടൻ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഓപ്ഷൻസ്, ആൻസർ ഓപ്ഷൻസ് വിൽ ബി ദെയർ ആൻഡ് സബ്ജക്റ്റിന് അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ നമ്മൾ ലിമിറ്റഡ് സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. സബ്ജക്ട് ക്യാൻ ഫ്രീലി ഗിവ് ദ ആൻസർ ഇൻ ഹിസ് ഓർ ഹെർ ഓൺ വേർഡ്സ്. അപ്പോൾ സബ്ജക്റ്റിന് അവരുടെ ഓൺ വേർഡ്സിൽ ഫ്രീ ആയിട്ട് ആൻസർ കൊടുക്കാം. എന്താണോ മനസ്സിൽ തോന്നുന്നത് they can write that particular answers. അപ്പം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. സോ let us see what are the merits and demerits of questionnaires. Merits of the questionnaire. The strength of the questionnaire is that it has the potential to gather a large amount of information in a short time. നമുക്കൊരു ഷോർട്ട് ടൈമിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രധാനപ്പെട്ട മെറിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വി കൻ ഗിവ് എ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആൻഡ് വി കൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം ലാർജ് പോപ്പുലേഷൻ ഓൾസോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്തെ കുറച്ച് ഡീമെറിറ്റ്സ്, ക്വസ്റ്റ്യൻസിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. വൺ ഈസ് ഇംപേഴ്സണൽ. നമുക്കൊരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടൊരു ആൻസർ, ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ആൻസർ വെച്ചിട്ട് അതൊരു impersonal ആണ്. Second one, it gathers only the information asked by the questions. നമ്മളൊരു ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യത്തെ കുറിച്ചുള്ള മാത്രം ഇൻഫർമേഷനെ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഇന്റർവ്യൂവിൽ അൺസ്ട്രക്ചർഡ് ഇന്റർവ്യൂവിലൊക്കെ ആണെങ്കിൽ ബേസ്ഡ് ഓൺ ദ ആൻസർ വി കൻ ഡീവിയേറ്റ് അല്ലേ, അല്ലെങ്കിൽ വി കൻ ആസ്ക് സർട്ടൻ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒന്നും എവിടെ ഇല്ല, ക്വസ്റ്റ്യൻസിൻ്റെ അകത്തില്ല. അപ്പം നമുക്ക് എന്താണോ ആ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ.
then limits the subject's range of responses. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ റേഞ്ച് ഓഫ് റെസ്പോൺസിനെ നമുക്ക് വളരെയധികം ലിമിറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഫിക്സ്ഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ 4 ഓപ്ഷനേ ഉള്ളെങ്കിൽ ആ 4 ഓപ്ഷനിൽ നിന്ന് ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്തേ പറ്റും. സോ ഇറ്റ് ലിമിറ്റ്സ് ദ സബ്ജക്ട്സ് റേഞ്ച് ഓഫ് റെസ്പോൺസസ്. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഒരു ചോദ്യം ചോദിക്കുന്നു, അതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്കൊരു ആൻസർ കൊടുക്കാനായിട്ട് പറ്റില്ല. Then it cannot prevent respondent from leaving some questions unanswered or being untruthful in their responses. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് cannot prevent respondent from leaving. നമുക്കൊരു ചില ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാതെ പോകുന്ന ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരോടും കമ്പൽസറി ആയിട്ട് എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ ചെയ്യപ്പെടണം എന്ന് നിർബന്ധമില്ല. കുറച്ചൊക്കെ അൺആൻസേർഡ് ആയിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ ഇന്ന് കിട്ടിയ ആൻസേഴ്സ് എല്ലാം നമുക്ക് അതുപോലെ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല. It does not provide a structure from which cause-effect relationship can be inferred. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരിക്കലും ഒരു കോസ്-ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമുക്ക് ഇൻഫർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഇല്ല എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ്. Does not provide a structure from which cause-effect relationship can be inferred. നമുക്കൊരു കോസ്-ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ടോ എന്തിൽ കിട്ടുന്നില്ല, ക്വസ്റ്റ്യനിൽ നമുക്ക്. So these are the major merits and demerits of questionnaire. Strength എന്ന് പറഞ്ഞാൽ large number of data അല്ലെങ്കിൽ large amount of information കളക്ട് ചെയ്യാം. പക്ഷെ കുറേയധികം demerits ഉണ്ട്, impersonal ആണ്. അതുപോലെ തന്നെ നമുക്ക് ചോദിച്ച ചോദ്യത്തെ പറ്റിയിട്ടുള്ള മാത്രം ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ it limits the subject's range of responses. Then it cannot prevent respondents from leaving some questions unanswered or being untruthful in their responses. Untruthful in their responses ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്കൊരു യെസ്, മേ ബി ഓർ നോ ഇങ്ങനൊരു ആൻസർ ഉണ്ടെങ്കിൽ മീഡിയോക്കർ ആൻസേഴ്സ് തന്നെ ചെയ്യാനുള്ള പ്രവണതയും വളരെയധികം കൂടുതലായിരിക്കും. അപ്പം യെസും നോയും ചിലപ്പോൾ നമുക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു. മേ ബി എന്നുള്ള ഒരു പോസിബിലിറ്റിയിൽ ചിലപ്പോൾ നമ്മൾ ആൻസർ കൊടുക്കുന്നു. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺട്രൂത്ത്ഫുൾനെസ് ഇൻ ദെയർ റെസ്പോൺസസ്. അതുപോലെ ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ സ്ട്രക്ചർ ഫ്രം വിച്ച് എ കോസ്-ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ക്യാൻ ബി ഇൻഫർ. നമുക്കൊരു കോസ്-ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറും അതിൻ്റെ കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. So now we are going to discuss about rating scales. Okay, what do you mean by a rating scale? സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു മെഷർ ദ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽസ് യൂസ് ചെയ്യും, ഇല്ലേ?